കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ എക്സ്ട്രീം മീഡിയയിൽ ഇങ്ങനെ അസീസിനെ ഈ തിരക്കിനിടയിലും കിട്ടിയിരിക്കുകയാണ്. അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഴയ കാര്യങ്ങളും ഇപ്പം പുതിയ സിനിമയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചു നേരം അസീസിനോടൊപ്പം ഉണ്ട്. ഓണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്താ ഗ്രഹാതുരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. പ്രത്യേകിച്ച് നാടിനോടുള്ള ഒരു സ്നേഹം, നാട്ടുകാരോടുള്ള സ്നേഹം, പിറന്ന നാടിനോടുള്ള സ്നേഹം, അത് എത്ര ദൂരെ ആയാലും നാട്ടിലേക്ക് എത്താനും നമ്മുടെ നാട്ടുകാരോട് കുറച്ച് നേരം ചെലവഴിക്കാനും ഓണസദ്യ കഴിക്കാനും ഒക്കെ ഉള്ളൊരു വലിയൊരു അവസരമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അസീസും വ്യത്യസ്തനല്ല, നമ്മുടെ നാട്ടുകാരുടെ പ്രിയങ്കരനാണ്. ഇത്രയും തിരക്കിന്റെ ഇടയിലും മുമ്പത്തെ പോലെ ഒന്നുമല്ല, സ്റ്റേജ് ഷോസ് ഒന്നുമല്ല, ഇപ്പം പ്രധാനപ്പെട്ട ഒരു പ്രിയങ്കരനായ ഒരു താരമാണ്. എന്നിട്ട് പോലും ഓണ ദിവസങ്ങളിൽ എന്നത്തെയും പോലെ രാജിയുടെ വീട്ടിൽ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് അസീസ്. നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു കളിക്കൂട്ടുകാരൻ ഈ ഒരു ഇത്രയും ഉയർന്ന ഒരു നിലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. തീർച്ചയായിട്ടും അസീസ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അതിനുള്ള കഴിവും അതിനുള്ള അനുഗ്രഹവും ദൈവത്തിന്റെ കടാക്ഷവും ഒക്കെ ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല, ഒരുപാട് ഉള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന തരത്തിലേക്കുള്ള ഒരുപാട് വേഷങ്ങൾ, ഇപ്പം അടുത്തിറങ്ങിയ വേഷങ്ങളെല്ലാം തന്നെ അസീസ് എന്ന നടനെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ ഉയരങ്ങളിലേക്ക് അസീസ് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കണ്ണൂർ സ്ക്വാഡ് മുതലാണല്ലോ ഇപ്പം നടന നിലയിൽ ഒരു പ്രത്യേകിച്ചൊരു അതിനു മുമ്പ് ഒരു വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു മുഴുനീള കഥാപാത്രമായിട്ട് കണ്ണൂർ സ്ക്വാഡിലെ പ്രത്യേകിച്ച് മമ്മൂക്കിയോടൊപ്പം ഉള്ള 4 പേരിൽ ഒരാൾ, ഒരു അല്ലെ അന്വേഷണ സംഘത്തിലെ ഒരാളായി അതിനെ ആ ഒരു എക്സ്പീരിയൻസ്, അതിലെ ആ ഒരു കഥാപാത്രത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് പറയാം. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പം ഒരു 4 വർഷത്തിന് ശേഷം 4-5 നമ്മളിപ്പോ ഒരു കോവിഡിന് ശേഷം നമ്മൾ അങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വന്ന് ഉണ്ണാറുണ്ട് രാജിനോട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മള് ആ ഒരു പരസ്പരമുള്ള ഒരു സംസാരിക്കൽ നമ്മളെ ചാനലിൽ മാത്രമാണ് കണ്ണൂർ സ്കൂളിന്റെ വിശേഷങ്ങൾ വരാത്തത്. ബാക്കി എല്ലാ ചാനലിലും കണ്ണൂർ സ്കൂളിന്റെ വിശേഷമുണ്ട്. അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. കാരണം അത് ഒരു മനുഷ്യന്റെ തലവര മാറുക എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. അത് സത്യസന്ധമായിട്ട് അത് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഈ തലവര മാറുക അല്ലെങ്കിൽ ഒരു ടൈം വരിക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് നമ്മൾ വിശ്വസിച്ചേ പറ്റും. കാരണം അത് ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞതും അങ്ങനെയാണ്. ഇപ്പോ നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഇപ്പൊ സോൻ ചേട്ടൻ ചിന്തിക്കില്ല. സോൻ ചേട്ടനെ കുറിച്ച് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടിരിക്കുന്നതായിരിക്കും. അത് നമ്മളറിയത്തില്ലായിരിക്കും. അതായത് ചിലപ്പോൾ സോൻ ചേട്ടനും പുള്ളിക്കും തമ്മിൽ ബന്ധം കാണില്ല, ഒരു നിയോഗം പോലെ. അപ്പൊ ഞാൻ എവിടെ ഇരിക്കുന്ന തന്നെ അവിടെ നമുക്ക് പറയുന്നു, നമുക്ക് ആ സീസൺ വെച്ചാലോ എന്നൊക്കെ പറയുന്നത് പുള്ളി അത് ചിന്തിക്കാനുള്ള ആ മനസ്സ് ഇട്ടു കൊടുത്തില്ല. അത് ഗോഡ്, ദൈവമേ, അത് വലിയ സന്തോഷം തന്നെയാണ്. അങ്ങനെയാണ് കണ്ണൂർ സ്കൂളിൽ ഒരു പരിപാടിയായിട്ട് വന്നത്. അതൊരു ഇപ്പൊ മൗക്ക തന്നെ പറയും, ഇടയ്ക്കിടയ്ക്ക് പറയും ചെയ്യും, നായകൻ എന്നെ കാണുമ്പോൾ പറയും, ആ കണ്ണൂർ സ്ക്വാഡിന്റെ നായകൻ വന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാനാ നായകൻ, മമ്മൂക്കാര് ഞാൻ അങ്ങനെയുള്ള നായകനാണ്, കണ്ണൂർ സ്ക്വാഡല്ലേ, 4 പേരല്ലേ, 4 പേര് നായകന്മാരാണ് എന്നൊക്കെ പറയുമ്പോൾ അത് മമ്മൂക്കാര ഇത് കേൾക്കുമ്പോൾ തന്നെ ദൈവമേ ഭയങ്കര സന്തോഷം. അതിന്റെ അങ്ങോട്ട് വന്ന പിന്നെ ക്യാരക്ടറുകളെല്ലാം വളരെ, പ്രത്യേകിച്ച് ഇപ്പം അടുത്തിറങ്ങിയ അവസാന സമേതം അതിലെ ആ ഒരു കഥാപാത്രം വളരെയധികം, വാഴയായിരുന്നാലും വാഴ വളരെയധികം, പ്രത്യേകിച്ച് അതിലെ അച്ഛൻ കഥാപാത്രം ഒരു സ്വഭാവ നടൻ നിലയ്ക്ക് നമ്മളിപ്പം ഇത്രയും കാര്യങ്ങള് ആ ഒരു ഹാസ്യ കഥാപാത്രം മാറിയിട്ട്, ഹാസ്യമാണ് ഏറ്റവും പ്രയാസമാണെന്ന് പറയാറുണ്ട്. എന്നാൽ പോലും ഹാസ്യം തന്നെയാണ് പ്രയാസം. പക്ഷെ ഹാസ്യം പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്കത് ഇപ്പം അറിയാന്നുള്ളതുകൊണ്ട് പറയണല്ല, നമുക്ക് ഈ സ്റ്റേജ് കളിക്കുന്നത് കൊണ്ട് നമുക്കത് വളരെ ഇപ്പം മറ്റേത് നിത്യാഭ്യാസം, എന്താണ് അഭ്യാസം അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റേജ് കളിച്ച് കോമഡി അറിയാന്നുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അവസാനം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊക്കെ മലയാള സിനിമയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അതിലുപരി ഇപ്പൊ വരുന്ന ക്യാരക്ടറുകളും അത്രയും ഭയങ്കര പവറായിട്ടുള്ള ക്യാരക്ടറാണ് എനിക്ക് വരുന്നത്. പക്ഷെ അത് ഓരോ ക്യാരക്ടർ പോലും ഞാൻ അത് കഥ കേൾക്കുമ്പോൾ തന്നെ ആ ഷൂട്ട് തീരുന്നതുവരെ എനിക്ക് ടെൻഷനായി. സത്യം ചെയ്യുന്ന ഓരോ ക്യാരക്ടറുകളും അങ്ങനത്തെ ഒരു നമ്മളല്ലാതായി മാറുന്ന ഒരു ഇതല്ലേ. അതായത് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരുന്ന ഹാസ്യ വേഷങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇത്തരത്തിലുള്ള ആ ഒരു സ്വഭാവ നടൻ നിലയ്ക്ക്, അതായത് അസീസ് എന്ന ആ നടനെ അടയാളപ്പെടുത്തുന്ന വേഷങ്ങളാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ, പ്രത്യേകിച്ച് എനിക്ക് ഒരു പ്രത്യേകത തോന്നിയത് ശരീര സംരക്ഷണത്തിൽ കുറച്ചുകൂടെയൊക്കെ ഒരു ശ്രദ്ധ ഇപ്പം
മുമ്പത്തേക്കാളും മൊത്തത്തിൽ ആള് കുറച്ചുകൂടെ ഒന്ന് ലുക്ക് ആയിട്ടുണ്ട്. അല്ല, തയ്യാറെടുപ്പ് ഭയങ്കരമായിട്ട് തയ്യാറെടുപ്പ്. കാരണം നമ്മള് ഹ്യൂമർ സിനിമയൊക്കെ വന്നാൽ നമുക്ക് പിന്നെ പണ്ട് സിനിമ വിളിക്കുമ്പോ അവര് കഥ പറയില്ല. അസീസെ ഒരു ക്യാരക്ടറുണ്ട്, പറയാം, ഡേറ്റ് പറയാം, ഓക്കെ താങ്ക് യു സാർ പറയാം, അത് വിളിച്ചിട്ട് 5 ദിവസം പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ അവര് നമ്മളെ ഒരു കഥ എഴുതുമ്പോ തന്നെ നമ്മുടെ അടുത്ത് വരുന്നു, നമ്മുടെ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നു, സിനിമ ഫുള്ള് നമ്മുടെ അടുത്ത് പറയുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ അത് കേൾക്കണ്ടായിരുന്നു, കാരണം ടെൻഷൻ കൂടി. സാധാരണ മറ്റേ ഡേറ്റ് പറഞ്ഞിട്ട് പോയി അഭിനയിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യം, അങ്ങനെ അഭിനയിക്കാൻ ഇപ്പൊ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം കൂടി. കാരണം നമ്മളെ പ്രേക്ഷകർ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലത് കൊടുത്തിട്ടാണ് അംഗീകരിക്കുന്നത്. പക്ഷെ അവരെ എന്നും തൃപ്തിപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ അത് സ്ക്രിപ്റ്റ് കേൾക്കുക, അതിലെന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുക. നമ്മളെ കുട്ടൻ ചേട്ടൻ, വിജയരാജൻ ചേട്ടൻ പറയാറുണ്ട്, ഇത്ര വർഷം എന്റെ ഏറ്റവും വലിയ അവാർഡ്, ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയപ്പം ഒരു ഇന്റർവ്യൂല് റേഡിയോയിൽ ഞാൻ കേട്ടതാണ്, എന്റെ ഒരിക്കലും അവാർഡല്ല എനിക്ക് ഏറ്റവും വലുത് ഈ കാലത്ത്, ഇപ്പൊ ഞാൻ ഇത് പറയുന്ന ആ സമയം വരെ ജനങ്ങൾ എന്നെ വെറുത്തില്ല, അതാണ് എന്റെ ഏറ്റവും വലിയ അവാർഡ്. അത് കറക്റ്റാണ്. കാരണം ഇത്ര വർഷങ്ങൾ പ്രേക്ഷകർ വെറുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മള്, അത് പ്രത്യേകിച്ച് ഹാസ്യം മാറി സീരിയസ് വേഷങ്ങള്, വില്ലൻ വേഷങ്ങള്, അല്ലെ, അതുപോലെ ജയ ജയ ഹേ എന്നുള്ള അതിലുള്ള വേഷം, അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ അടുത്തിറങ്ങിയതിലൊക്കെ ഒരു വ്യത്യസ്തമായ വേഷങ്ങളിലേക്ക് ഞാൻ വ്യത്യസ്തമാക്കാൻ നോക്കുന്നതാണ്. കാരണം ആയി തീർന്നാൽ ഭാഗ്യം. കാരണം ഞാന് ഇപ്പൊ ഒരു പടത്തില് ഇപ്പൊ ഒരു 5 ദിവസം ഡേറ്റ് ഇട്ടെങ്കിൽ പോലും നല്ല ക്യാരക്ടർ ആണെങ്കിൽ ഞാന് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ആ പടം ഷൂട്ട് കഴിയുന്നവരെ ഞാൻ വേറെ പടം പിടിക്കാറില്ല. മനസ്സിലായില്ല? അപ്പോൾ ചിലപ്പോൾ ഞാൻ അപ്പിയറൻസ് മാറ്റും, ചിലപ്പോൾ ഫ്രഞ്ച് താടി വയ്ക്കും, അല്ലെങ്കിൽ മുടി വെട്ടിക്കളയും, അല്ലെങ്കിൽ താടി വയ്ക്കും. ഇപ്പൊ ഷാജി കൈലാസ് സാറിന്റെ പടത്തിന് വേണ്ടി ഞാൻ താടി വയ്ക്കാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് 2 പടം വന്നിട്ട് പോലും ഞാൻ അത് വിട്ടുകളാണ്. കാരണം ഈ ഗെറ്റപ്പ് ആ പടത്തിൽ മാത്രം കാണിച്ചാൽ മതി എന്നുള്ളൊരു എന്റെ ആഗ്രഹമാണ്, അത് അഹങ്കാരമല്ല. തീർച്ചയായിട്ടും നമ്മൾ കഥാപാത്രത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതെ. ഞാൻ ഇപ്പൊ ഒരു 3 മാസം കൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഉറക്കില്ലാതെ. അതൊക്കെ കിട്ടും. അല്ല, പടം വരുന്നുണ്ട്, വന്നു. ഇതിന്റെ ഇടയ്ക്ക് 2-3 പടം വന്നു. നമ്മളെ ഈസ്റ്റ് വെസ്റ്റ് വിജയൻ സാറിന്റെ ഒക്കെ പടം വന്നായിരുന്നു, 2-3 പടം വന്നായിരുന്നു. നവാസ് ആ ഒരു സെറ്റില് ഞാൻ പുള്ളിയുടെ അനുജനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പരിപാടി ആയിപ്പോയി. ഈ വല്ലാത്തൊരു കേട്ടില്ല. ഞാൻ അരമണിക്കൂർ മുമ്പ് കണ്ട മനുഷ്യൻ പിന്നെ അടുത്ത കോൾ എനിക്ക് വരുന്നു. ഞാൻ ആ ഹോട്ടലിലായിരുന്നു, ഞാൻ പോയി വിളിച്ച് പറഞ്ഞപ്പോ പുള്ളി ബോധം കെട്ട് വീഴുന്നു, അടുത്ത കോൾ മരിച്ചു. എന്റെ അമ്മ, അത് നമ്മള് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റില്ല ആ സമയത്ത്. ആരും എത്തിക്കാൻ പറ്റാത്തതല്ല, പുള്ളി അതിനു മുമ്പേ ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കാണുന്നതിന് 1.5-2 മണിക്കൂർ മുമ്പ് മരിച്ചു. പുള്ളി ലൊക്കേഷൻ ഹോട്ടലിൽ വന്ന ഉടനെ സംഭവിച്ചു. നമ്മളിപ്പം പ്രമേയങ്ങളുടെ വ്യത്യസ്തത കൊണ്ടാണ് ഇപ്പം മലയാള സിനിമ ഒരു പരിധി വരെ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ലോകയായാലും ആ ആൾക്കാരുടെ ഒരു പ്രേക്ഷകരുടെ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് വരിക, അല്ലെങ്കിൽ അവർക്ക് ഒരു പുതുമ സമ്മാനിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ വാഴ എന്ന് പറയുന്ന അസീസ അഭിനയിച്ച ചിത്രം, അതിലെ വേഷം, ആക്ഷൻ കഥാപാത്രം, അതുപോലെ രത്നസമേതം, ബന്ധുമിത്രാദികൾ, അപ്പൊ ഒരു മരണ വീടാണ്. ആ മരണ വീടിൽ നടക്കുന്ന കാര്യങ്ങൾ അത്രയും രസകരമായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ഒരു പുതുമ സമ്മാനിച്ചൊരു ചിത്രം. അപ്പൊ അതിൽ ആ വേഷത്തിനെ പറ്റിയിട്ട് ബന്ധുസമേത ബന്ധുമിത്രാദികള്, വിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹത്തിന് അറിയാം ജനങ്ങൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ള സാധനം, ഭയങ്കരമായിട്ട് അപ്ഡേഷനുള്ള ആളാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പല സിനിമകളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ തന്നെ ഈ റീൽസിലെയും യൂട്യൂബിലെയൊക്കെ പയ്യന്മാരാണ് ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അഹങ്കാരമായിട്ട് ആരും പ്രേക്ഷകർ അഹങ്കാരമായിട്ട് എടുക്കുക, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഹാഷറിന്, എനിക്ക് വാഴ സിനിമയ്ക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളെ ഈ പ്രൊമോഷൻ പരിപാടി സമയത്താണ് ഹാഷർ ആരെന്ന്, അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഹാഷിന്റെ റീൽസ് ഒക്കെ, എനിക്ക് കുറച്ച് അപ്ഡേഷൻ ഭയങ്കര പ്രശ്നമാണ് ഈ റീൽസ് കാണല്ലോ, അതിപ്പോ കുറവാണ്. അപ്പൊ ഞങ്ങളോട് അഭിനയിച്ചപ്പോ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ആ ചെറുക്കൻ ഇപ്പൊ കണ്ടില്ലേ, ഹാഷറാണ് വാഴ 2 നായകൻ, അവനാണ്.
അപ്പൊ ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വ്യസന സംഹിത എന്ന് പറഞ്ഞത് സുരാജിന്റെ അടുത്ത് വന്ന കഥയായിരുന്നു. അപ്പം സുരാജിനെ പിന്നെ ജയിലർ 2 ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുരാജിന് ഡേറ്റ് ഇല്ലാതായി. അങ്ങനെയാണ് സുരാജണ്ണൻ ചെയ്യേണ്ട ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ സുരാജിനെ വിളിച്ചു പറഞ്ഞാൽ സുരാജണ്ണനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് അനിയൻ ചേട്ടനായിട്ട് പിടിക്കാളാന്ന് പറഞ്ഞു. നോബി ചെയ്ത വേഷം ഞാനും, സുരാണൻ ചെയ്ത വേഷം ഞാനും ചെയ്തു. അപ്പൊ സുരാണനെ വിളിച്ചു. അപ്പൊ സുരാണനെ വിളിച്ചു അണ്ണാ ഇങ്ങനെ. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ സുരാണൻ പറഞ്ഞപ്പോ പ്രൊഡക്ഷൻ വേറെ ആയിരുന്നു, അതെല്ലാം മാറി. അപ്പൊ ബിപിൻ ദാസിലോട്ട് വന്നു. അപ്പൊ എന്റെ അടുത്ത് ബിപിൻ ദാസ് പറഞ്ഞ് ആ ക്യാരക്ടർ. അപ്പൊ സുരാണൻ എന്നെ വിളിച്ച് പറഞ്ഞതായതുകൊണ്ട് ഞാൻ സുരാണനെ വിളിച്ചു. അണ്ണാ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട്, എടാ അത് അണ്ണന് ജയിലർ 2 ഒരു പരിപാടി ഡേറ്റില്ലടാ, അത് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം അവരെ പറഞ്ഞു എന്നൊക്കെ എന്താ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അണ്ണാ ഇങ്ങനെ വന്നു, എന്താണ് സംഭവം, ഞാൻ നീ ചെയ്യടാന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അണ്ണനെ വിളിക്കും, അണ്ണാ ഇത് എടാ അതെങ്ങനെ ഉണ്ട് ഇതെങ്ങനെ ഉണ്ട്, സുധാരണനെ വിളിച്ചു പറയും അണ്ണാ അത് ഇതാണ് അതിങ്ങനെ ചെയ്തു, ആ സീൻ എന്നാ ചെയ്തടാ അതെങ്ങനെ ഉണ്ടായിരുന്നടാ, അടിപൊളി അടിപൊളി സുധാരണ പറയും. അപ്പൊ നമ്മളത് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ല. കാരണം നമ്മളിപ്പോ നമുക്ക് വന്നതാണെങ്കിലും രണ്ടാമത് ഞാൻ എന്റെ ഗുരുതുല്യനായിട്ട് കാണുന്ന വ്യക്തിയാണ് സുരാണൻ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ എന്നിലേക്ക് വരുന്നത്. വേഷത്തിന് അത്രത്തോളം ആ കഥാപാത്രപരമായിട്ടും അതിന്റെ ആ ഒരു കണ്ടന്റ് അത്രയും റിച്ച് ആവുമ്പോഴാണ് ആൾക്കാർക്ക് ഇടയിലേക്ക് അത് എത്തുന്നത്. അത് നമ്മളെ സാധാരണ മാറുന്ന അല്ലെങ്കിൽ നമുക്കിടയിലുള്ള ഒരാളായിട്ട് നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾ ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞു. ഞാന് ബിഹേവ് ചെയ്യാതെ പലവ്യഞ്ജന കച്ചവടക്കാരനല്ലേ. അപ്പോ ഞാൻ കുറെ ആൾക്കാരെ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് വന്നത് നമ്മളെ സൊസൈറ്റിയിലെ മണിയണ്ണൻ അത് ഇങ്ങനെ ഒരു നിപ്പുണ്ടറിയോ, ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പൊ അത് ഞാൻ വിട്ടിട്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു മുണ്ടുണ്ട്, ഈ മുണ്ട് ഇങ്ങനെ ഒരു സാധനം പിടിച്ചു. ഇത് ഞാൻ പിന്നെ വിട്ടിട്ടേയില്ല. ഞാൻ പിന്നെ ഇത് എപ്പോഴെങ്കിലും വിട്ടുപോകുമെന്ന് പേടിച്ച് ഞാൻ ആരോട് സംസാരിച്ചാലും ഷൂട്ടില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ നടക്കുള്ളൂ. കാരണം വിടാതിരിക്കാം, ഇങ്ങനെ ഇട്ട് ശീലിച്ച് ഇത് പല ആൾക്കാർ എടുത്തു പറഞ്ഞു അസീസിന്റെ ആ മുണ്ട് പിടുത്തം അത് ഭയങ്കര ഒരു സംഭവമായി പോയത്. അപ്പൊ ഞാൻ മനഃപൂർവ്വം. എന്നിട്ട് ഡയറക്ടർ നമ്മളെ ബിപിൻ ദാസ് അല്ല ഡയറക്ടർ ബിപിൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു. അത് ഞാൻ ഫസ്റ്റ് ഒരു ഷോട്ട് കഴിഞ്ഞ എന്റെ അടുത്ത് ബിപിൻ തോന്നുന്നു എന്നെ കെട്ടിപ്പിടിച്ചിട്ടെന്ന് പറഞ്ഞു എന്റെ മുരളിയെ കിട്ടി എന്ന് പറഞ്ഞിട്ടാവും പോയി. ഞാൻ എനിക്കറിഞ്ഞൂടാ, എന്നെ മുരളി കിട്ടി. പക്ഷെ ആ ക്യാരക്ടറിന് വേണ്ടി ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് ഞാൻ സുധി നമ്മളെ മേക്കപ്പിൽ സുധിയെ വിളിച്ചിട്ട് ഞാൻ അവനോട് ചോദിക്കടാ നമുക്ക് എങ്ങനെ പിടിക്കാം. ഒന്നാമത് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത എന്റെ മുടിയാണ്, ഈ മുടിയെ ഞാൻ ഇങ്ങനെ വടിച്ചിറക്കി ഇവിടെ നീ വടിച്ചിറക്കാൻ 30 ദിവസം ഡെയിലി രാവിലെ പഠിച്ച് ഇവിടെ നീരായി, ഈ രണ്ട് സൈഡും ഭയങ്കര നീരായി, ഒരുമാതിരി പച്ച കളറായി. ഈ പച്ച കളർ മാറ്റാൻ വേണ്ടി സുധി മേക്കപ്പ് അത് കറക്റ്റ് സ്കിന്നിന്റെ കളറാക്കും. കാരണം ഡെയിലി പഠിക്കണ്ടേ, കാരണം ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്താണ് ഈ സൈഡ് മുടിയൊക്കെ. അപ്പൊ അത് കുറച്ച് നീരൊക്കെ അടിക്കും. പിന്നെ രാത്രി റൂമിൽ പോയി ചൂടുവെള്ളം വെച്ച് ഇങ്ങനെ പിടിച്ച് അതിന്റെ വേദന മാറ്റും. ഭയങ്കര വേദനയായി പോയി, പഠിച്ച് ഭയങ്കര വേദനയായി. പക്ഷെ സിനിമ വിജയിച്ചപ്പോ ആ വേദനയൊക്കെ പോയി. വേദന പോയി. ആ ഫോട്ടോ കണ്ടപ്പോ ആൾക്കാർ പറയും ട്രാൻസ്പ്ലാന്റ് പൊളിഞ്ഞല്ലോ, മുടിയൊക്കെ പൊളിഞ്ഞല്ലോ സംഭവം. അത് ഭയങ്കര സന്തോഷമായിരുന്നു സത്യം. നമ്മൾ ഈ വാഴ, ദർശനസമേതം, ബന്ധുമിത്രാദികൾ ഇതൊക്കെ പറയുമ്പോഴും വേറൊരു വലിയ ചിത്രം നമുക്ക് കിടക്കാണ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓസ്കാറിന്റെ പ്രൊഫൈലേക്ക് അല്ലെ, സോറി ഓസ്കാർ അല്ല, കാൻ ഫെസ്റ്റിവലിന്റെ പ്രൊഫൈലേക്ക് മലയാള സിനിമയെ കൈപിടിച്ച് നടത്തിയ ഒരു ചിത്രം അല്ലെ. അതിലേക്ക് ആ ഒരു വേഷത്തിലേക്ക് അതിന്റെ ആ കാസ്റ്റിംഗിലേക്ക് എത്തിപ്പെടാൻ ആ ഒരു സാഹചര്യം. കാസ്റ്റിംഗ് അത് ഒരുപാട്, അത് പിന്നീടാണ് കനി എന്റെ അടുത്ത് പറഞ്ഞത്. ഒരുപാട് പേര് ഒരു 100-120ഓളം പേര് എന്റെ ക്യാരക്ടർ ഡോക്ടർ മനോജ് എന്ന ക്യാരക്ടർ ഓഡീഷൻ ചെയ്തെന്ന് പറഞ്ഞു. അത് അപ്പൊ ഞാൻ അവളെ പറഞ്ഞു, നീ ഇതിപ്പോ പറഞ്ഞത് നന്നായി, കാരണം ഇത് ഓഡീഷന് മുമ്പ് പറഞ്ഞതെങ്കിൽ ഞാൻ പേടിച്ചു പറഞ്ഞു. അത്രയും പേര് ഓഡീഷൻ ചെയ്തിട്ട് കിട്ടാത്തത്. അപ്പൊ അതാണ് അതായത് നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ ചെയ്താൽ, പക്ഷെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടുപോകണം. നമ്മൾ അങ്ങ് ചെയ്യുക അല്ലേ, നമ്മളെ ചെയ്യുക. അപ്പൊ ഞാൻ എന്തോ മൊബൈലിൽ കുറച്ച് സാധനം ചെയ്ത് കൊടുത്തു. പിന്നെ നേരിട്ട് പോയി ഡ്രസ്സിന്റെ അപ്പൊ മൊബൈലിൽ ഓഡിഷൻ ചെയ്തപ്പോ തന്നെ സൂമിലായിരുന്നു. മാഡത്തിന് ഇഷ്ടപ്പെട്ടു, പായൽ കബാഡിയ ഇഷ്ടപ്പെട്ടു, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ടാണ് പിന്നീട് വീണ്ടും അവര്
ബോംബെയിൽ വിളിച്ച് കോസ്റ്റ്യൂം ഇതൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കോസ്റ്റ്യൂം അളവിന്റെ എടുത്ത് വിടുന്നിട്ട് ജിബിൻ എന്ന് നമ്മളൊരു പയ്യനുണ്ട്. അവൻ എന്നോട് പറഞ്ഞത് അറിയാം, അണ്ണാ ഞാനും ഇതിന്റെ ഓഡീഷനെ പങ്കെടുത്ത് കോസ്റ്റ്യൂമിന്റെ അളവൊക്കെ എടുത്തേ. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതും പോയാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശരത് സഭ നമ്മളൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, നമ്മളെ അറിയില്ല സഭ. ഞാൻ ബോംബെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരത്തെ നീ എന്താ ഇവിടെ? അണ്ണാ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനും അതിന്റെ ഒരാവശ്യമായിട്ട്. ഞാൻ ഏത് ക്യാരക്ടർ? ഡോക്ടർ മനോജ്. വ്യക്തികളിൽ മാറി മാറിയിട്ടാണ്. അല്ല അവനും അവിടെ വന്നു, അവനും വന്നു. അവൻ ഒന്നി ഡോക്ടർ മനോജ് അല്ലെങ്കിൽ മറ്റേ നമ്മളെ ദിവ്യ പ്രഭേര കാമ്പൂനായിട്ട് ചെയ്ത ഹാനു ആ ക്യാരക്ടർ ആയിരിക്കും പറഞ്ഞു. നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. ആർക്കോ കിട്ടട്ടെ, സന്തോഷമേ ഉള്ളൂ. ആർക്കോ കിട്ടട്ടെ സന്തോഷമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കടാ നന്നായി കിട്ടും പറഞ്ഞു. നിനക്ക് കിട്ടിയാ നീ, എനിക്ക് കിട്ടിയാ ഞാൻ, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ഒരിക്കലും ഇല്ല. പക്ഷെ ആ ഒരു വേഷം ഇത്രയും അല്ലെങ്കിൽ ആ സിനിമ ഇത്രയും ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു എനിക്ക് ഇതിനൊക്കെ കൂട്ടിയത്. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ടൈപ്പ് പടമല്ലേ. നമ്മുടെ ലോക എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സിനിമയാണ്, മലയാളം ഇംഗ്ലീഷ് സിനിമയാണ്. എന്തുമാത്രം ഇപ്പം ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്നത് ലോക സിനിമയിലെ. അത്രയ്ക്ക് ഭയങ്കര എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഇതില് സൂപ്പർ ഹ്യൂമൻ വേഷങ്ങള് നമുക്കിപ്പം നമ്മളെ ഇതിഹാസങ്ങൾ എടുത്താലും നമ്മള് കേട്ടിട്ടുള്ള പോലെയാണ്. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഹീമാൻ അല്ലെ? അല്ല അത് ഇത് ഈ ലോകം ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് മിസ്സായി പോയ ഒരു പടം ഉണ്ടായത്, മിന്നൽ മുരളി തിയേറ്ററിൽ. അത് മലയാളത്തില് ആ ഒരു സൂപ്പർ ഹ്യൂമൻ ഫസ്റ്റ് കൊണ്ടുവന്നത് സിനിമ. അത് ഭയങ്കര, അത് തിയേറ്ററിൽ ഭയങ്കര മിസ്സായി പോയിട്ട്. അതിപ്പോ ഈ പടം വന്നപ്പോഴാണ് ഇനി അടിക്കാൻ സാധ്യതയുള്ള ഒരു പടമുണ്ട്. അതൊരു അല്ല ഇത് ലോകം തന്നെ ഇതിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ 2 അല്ല ഇനി അടുത്ത വരെ കടമറ്റത്ത് കത്തനായിരിക്കും. അത് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ സാധ്യതയുള്ള, കാരണം ഭയങ്കര പരിപാടിയല്ലേ അതും. അല്ല നമ്മള് വരട്ടെ, നല്ല പ്രത്യേകിച്ച് ജയസൂര്യക്ക് വലിയൊരു ബ്രേക്ക് ആകും. ഭയങ്കര ഗ്യാപ്പ് എടുത്ത് ചെയ്തല്ലേ ജയചേട്ടൻ. അതെ, അപ്പൊ എല്ലാം വരണം മലയാളം നമ്മളെ സിനിമകൾ. അല്ല ഇപ്പം എന്തായാലും മലയാള സിനിമയാണ് ചർച്ചാ വിഷയം. വ്യത്യസ്തത കൊണ്ട് എല്ലാ പടവും ഹിറ്റ് ആവണം. ഹിറ്റായാല് നമുക്ക് ഇപ്പോ അല്ല സിനിമയുടെ ബഡ്ജറ്റിൽ ഉപരിയായിട്ട് കണ്ടന്റ്. അതെ, അതുപോലെ തന്നെ നമ്മൾ തമിഴ് തന്നെ ഇപ്പൊ അടുത്തിറങ്ങിയ ഒരുപാട് ടൂറിസ്റ്റ് ഫാമിലി അതുപോലെയുള്ള വ്യത്യസ്തമായ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, അവർ സ്വീകരിക്കപ്പെടുന്നുണ്ട്. നമ്മള് സാമ്പത്തിക വിജയത്തിൽ ഉപരിയായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ രാജിക്ക് ബോറടിക്കുന്നുണ്ട്. എന്ത് കേട്ടോണ്ടിരിക്കണം എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് ചെയ്യും. ഞാൻ ഇവര് വിളിച്ച് ചോറ് കൊടുത്തു പോയല്ലോ എന്ന് പറഞ്ഞു. അവന്റെ ഓരോ ഉയർച്ചകളും നമ്മൾ ആസ്വദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. അന്ന് നമ്മളൊപ്പം ക്രിക്കറ്റും കളിച്ച് അല്ലെ നടന്ന അസീസാണ് എന്ന് നമ്മൾക്ക് ഉയർച്ചയെ നമ്മൾ സന്തോഷിക്കുകയാണ്. ഇത്രയും കാഷ്വലായിട്ട് നമ്മളോടൊപ്പം വന്നിട്ട് നിലത്തിരുന്ന് അല്ലെ. പക്ഷെ ക്യാമറയുടെ മുന്നിൽ പറയണണ്ട, നേരത്തെ എന്നെ ഒരു തെറി വിളിച്ചവരാ. ഇത്രയും തിരക്കിനിടയിലും എല്ലാ തിരുവോണ ദിവസവും ഇവിടെ ഓടിയെത്താനുള്ള മനസ്സ് കാണിക്കുന്നത് അതാണ് അസീസ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇറങ്ങാം, അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് നമ്മളെ സന്തോഷം. ഞാൻ ഇവന്റെ ഓരോ പടത്തിലും ഞാൻ അവനെ വിളിക്കുമല്ലോ. രായി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഉത്സവ പറമ്പിൽ പോവില്ല പരിപാടിയാണ്. നമ്മൾ സ്വന്തമായിട്ട് ക്ലബില് മിമിക്രിയോ നാടകം വെച്ചാലും അവൻ കാണില്ല വന്നിരുന്നു. അവന് അങ്ങനത്തെ ഒരു ടൈപ്പ്. അവന് എല്ലാം നടത്തണം, ചെയ്യണം. തിയേറ്ററിൽ ഒരു സിനിമ കാണൂല. ഇപ്പൊ ഞാൻ കാരണം എല്ലാ പടവും ഫാമിലിയോടൊപ്പം ഫാമിലി എല്ലാ പടവും കണ്ടിട്ട് വിളിക്കും. 4 പേരെ ചേർത്തുകയാണ് പോകുന്നത്. 2 മക്കളെ വിളിച്ച് പറയുകയും ചെയ്യുമല്ലോ, ഇന്ന പടം ഇങ്ങനെ കൊള്ളാം, ഏത് രീതിയിലാണ് പോകണത് പറയില്ലേ. ഇതാണ് ഞാന് ജയഹേല് ഞാന് അനിയണ്ണനായിട്ട് ചെയ്ത ക്യാരക്ടർ. ഇതാണ് രായി. ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം. ലുക്ക് വൈസ് രാഗിയൊക്കെ കെട്ടി കണ്ടോ രായി. ഇതാണ് ഞാൻ ഓരോ വേഷങ്ങൾ ചെയ്യുമ്പോഴും അസീസ് നാട്ടുകാരുടെ ചില ഒബ്സർവേഷൻ ഇവന്റെ രീതിയാണ്. എന്നിട്ട് ഞാൻ ഇവനെ മേക്കപ്പ് ചെയ്തിട്ട് ഇവനെ വിളിച്ച് കാണിച്ചു കൊടുത്തില്ല. ഇത് എവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ പക്ഷേ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാനതില് അന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഓണാണ്, നമ്മളോടൊപ്പം നാട്ടുകാരോടൊപ്പം ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഓണ പരിപാടികൾ? നമ്മള് മുമ്പ് കുട്ടിക്കാലത്ത് നമ്മൾ അറിയാലോ, നമ്മളൊരു ഹരിശ്രീ ആർട്സ് ആൻഡ് സ്പോർട്സ് നമ്മളെ ക്ലബ്ബ്, നമ്മൾ അവിടെ നിന്ന് ഓണം തുടങ്ങി. ഇപ്പൊ അത് നേരെ ഇവിടെ ഗുരുകുലം പരിപാടിയായി. ഇപ്പൊ അവിടെ തലമുറകൾ മാറി.
ഇപ്പൊ ഞാനെന്താ ഇവനൊക്കെ ഇവിടെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ നമ്മളെപ്പോഴും അവിടെ സോൺ ചേട്ടൻ എല്ലാവരും അവിടെ അല്ലേ. അപ്പൊ നമ്മൾ ഒതുങ്ങി, നമ്മളൊക്കെ രക്ഷാധികാരി, നമ്മളെ രക്ഷാധികാരി അപ്പോഴും അത്. പക്ഷെ ഇപ്പം നമ്മളെ ഓണം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കളർ കൂടിയല്ലേ. നമ്മളെ ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനസേവ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മള് അതായത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തു. ജനസേവയുടെ പരിപാടി തുടങ്ങുന്നത് തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട് കോൺക്രീറ്റിന് നമ്മൾ മണ്ണ് ചുമക്കുന്നു, നമ്മൾ കല്ല് ചുമന്നുകൊണ്ടിടുന്നു, പിന്നെ കോൺക്രീറ്റിന് നമ്മൾ സഹായിക്കുന്നു. ഇവിടെ എല്ലാം പൊള്ളി മഞ്ഞിട്ട് അല്ലേ, ഓർമ്മ കോൺക്രീറ്റിനെ സഹായിക്കുന്നത്. അതാണ് ജനസേവയുടെയൊക്കെ തുടക്കം. പിന്നെ അനിയണ്ണൻ, നമ്മളെ പുതുകുളങ്ങര അനിച്ചേട്ടനാണ് നമ്മളെ ഒരു ടീം ലീഡർ പോലെ നമ്മളെ കൂടെ നിൽക്കുന്നത്. ഇപ്പോ പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനിയണ്ണന്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പൈസ ഇപ്പോഴും ഇപ്പം അതായത് ജനസേവ എന്നുള്ള പരിപാടിയാണ്. അതായത് നമ്മൾ സാധാരണ വള്ളംകളി എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടനാടൊക്കെയാണ് വള്ളംകളി കാണുന്നത് ആലപ്പുഴയിൽ. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു 3 വർഷമായിട്ട് വള്ളംകളി ഇവിടെ ഉണ്ട്, കരമനയായിട്ട്. അനിച്ചേട്ടൻ എത്ര ലക്ഷം രൂപ കട അനിയണ്ണൻ ഈ പാവപ്പെട്ട മനുഷ്യനാണ് ഈ പൈസയൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ചോദിച്ചു, ഈ വർഷം എത്ര ലക്ഷം രൂപ കടം അറിയില്ലടാ. എന്നാലും പരിപാടി ഗംഭീരമായി. അല്ല, പുള്ളി ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഇനി എത്ര രൂപ കടമാണെങ്കിലും പുള്ളി അത് നമുക്ക് അനിയണ്ണനെ വർഷങ്ങളായിട്ട് അറിയുന്നത് കൊണ്ടാവാം, പുള്ളിയുടെ അല്ലേ, അറിയുന്നത് കൊണ്ടാവാം നമുക്ക് പുള്ളി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ എന്റെ വളർച്ചയിലും നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ഉപദേശിക്കാനും എപ്പോഴും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, എടാ വെള്ളമടിക്കരുത്, മദ്യപിക്കരുത്. ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല, ഞാൻ കഴിക്കില്ല, നീ ശ്രദ്ധിക്കണം, കൂട്ടുകെട്ട് എല്ലാം നോക്കണം. ഞാൻ പറഞ്ഞാൽ ചെയ്യാണ്ട വിളിച്ചിട്ട് ഒരു ജ്യേഷ്ഠനെ പോലെ ഭയങ്കരമായിട്ട് കരുതൽ, ഭയങ്കര കരുതൽ. അപ്പൊ ഞാൻ പറയണ്ടേ, എന്റെ ഓരോ വളർച്ച സാധാരണ ഒരു കലാകാരന് ഏറ്റവും കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടുകാർ അല്ലെങ്കിൽ സ്വന്തം കൂടെ കളിച്ചു വളർന്ന കൂട്ടുകാർ അംഗീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എനിക്കതാണ്. കാരണം എന്റെ പടം കണ്ടിട്ട് ഈ സോൺ ചേട്ടൻ വിളിച്ചില്ലല്ലോ, ഒരു രായി വിളിച്ചില്ലല്ലോ, എന്റെ മനസ്സിലൊക്കെ അതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തര് നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോഴാണ് ഒരു സന്തോഷം. ഈ ഓണത്തിന് നബിദിനം ഒരു നബിദിനം അത് ഭയങ്കര സംഭവിക്കും കേട്ടോ. അത് എന്തായാലും ഇങ്ങനെ ആവട്ടെ, പിന്നെ എല്ലാവരും ഇങ്ങനെ ആവട്ടെ, സന്തോഷത്തോടെ ജീവിക്കട്ടെ, എല്ലാവരും ഒത്തൊരുമയോടെ വരട്ടെ എന്ന് അല്ലേ, ഐക്യത്തോട് മതസൗഹാർദ്ദം. അല്ല, മതസൗഹാർദ്ദം എന്ന് പറയേണ്ട കാര്യം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. മതസൗഹാർദ്ദത്തെക്കാളും വലുതാണ് സൗഹാർദ്ദം. അതിന് ഉദാഹരണമാണ് അല്ലേ. എനിക്ക് ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് സത്യം പറഞ്ഞാൽ. ഒരിക്കലും മതസൗഹാർദ്ദം എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. സൗഹാർദ്ദം അവിടെ ഒരു ഡെഫിനേഷൻ വന്നു. മതം കൂട്ടിച്ചേർക്കുന്ന പോലെ. പിന്നെ ഞാന് ഇപ്പൊ എന്നെ അറിയാതെ ഇവനെ അറിയാനോ അറിയാം. ഞാൻ ഇവിടെ കുടുംബ വീടായിരുന്നു നമ്മളെ, ഇതിന്റെ കുടുംബ വീട്. ഞാൻ എന്റെ വീട്ടിൽ കിടക്കുന്നതിനേക്കാളും ഞാൻ ഈ വീട്ടിലാണ് ഞാൻ കിടന്നത്. അതായത് തൊട്ടപ്പുറത്താണ് സോൻ ചേട്ടൻ, ഇവന്തോ അപ്പുറത്ത് ഈ ക്യാമറ പിടിച്ചോണ്ടിരിക്കണ ഷിനോജി തൊട്ടപ്പുറം. നമ്മളെല്ലാരും അത് ആലോചിക്കുമ്പോ ചിലപ്പോ നമ്മൾ പറഞ്ഞ് നമ്മൾ മൂന്നരും കരയും. കുട്ടിക്കാലം നമ്മള് കട്ട ചുമന്നില്ലടാ, തെങ്ങ് മുറിച്ച് നമ്മള് എന്തൊക്കെ ചെയ്തില്ലേ. അല്ല, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഈ മതിലിന്റെ വേക്കില് മാവ് ഇതിന്റെ ഇടയിലാണ് കാളി. ദൈവമേ, ഇതൊക്കെ വല്ലാത്തൊരു. ഇപ്പൊ നമ്മുടെ സിനിമ അല്ല, ഇപ്പം എല്ലാ മേഖലകളിലും ഉന്നതിയിൽ നിൽക്കുന്ന എല്ലാവരും അവരവരുടെ രീതിയിൽ കഷ്ടപ്പെട്ടു വന്നവരാ അല്ലെ. ഒരിക്കലും കഷ്ടപ്പെടാതെ ഒരാൾക്കും ഒന്നും ആവാൻ പറ്റില്ല. ഒരു വേഷം കിട്ടി അത് സക്സസ് ആയെന്ന് പറഞ്ഞാൽ അടുത്തവർ അപ്പം വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമ്മൾ ഒരുപാട് അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, ഇത് പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇന്ന് തിരുവോണ ദിവസമായിട്ട് അസീസിനെ കുറെ നാളുകൾക്ക് ശേഷം, തിരക്കാണ്, മുമ്പത്തെ പോലെ എപ്പോഴും നമ്മൾ ഇടയ്ക്കൊക്കെ വിളിച്ച് സംസാരിക്കും, മെസ്സേജ് അയക്കുമെങ്കിലും ഇതുപോലെ ഓണത്തിന് അസീസിന് ഇത്രയും നേരം വന്നിട്ട് വളരെ ഇതുപോലെ കാഷ്വൽ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത് കിട്ടുകയും ഇതുപോലെ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചോട്ടെ. നമ്മൾ ഈ ഇതിൽ പറഞ്ഞത് മാത്രമല്ല, നമ്മൾ പഴയ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, നമ്മൾ ഒരുപാട് ചിരിച്ചു, സന്തോഷിച്ചു, ഭക്ഷണം കഴിച്ചു. അപ്പൊ അതിനെല്ലാം അസീസിന്റെ ആ ഒരു എന്താണ് നാടിനോടുള്ള സ്നേഹം, നമ്മളോടുള്ള സ്നേഹം, പഴയതൊന്നും മറക്കാത്ത അവന്റെ ആ സ്വഭാവം,
അത് ഇനിയും അങ്ങനെ ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി ഈ ഒരു തിരുവോണ ദിവസം നാടിനെയും നാട്ടുകാരെയും മറക്കാതെ നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ അസീസിന് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഒരുപാട് നന്ദിയാണ്. പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടുമാണ്. കൺക്ലൂഷൻ പാട്ട് വിട്ട് രാജ്.